നമസ്കാരം. ലോകം 2025 വരവേൽക്കാനിരിക്കുകയാണ്. ഏവരും പുതുവർഷത്തിലേക്ക് കടക്കുന്നു. 2025 ഗൾഫ് രാജ്യങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിയമങ്ങളിൽ വരുന്ന മാറ്റമാണ്. നിലവിൽ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത രാജ്യത്തെ എല്ലാ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് UAE. ജനുവരി 1 പദ്ധതി നിലവിൽ വരും. അബുദാബിയിലും ദുബായിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥ നിലവിലുണ്ടെങ്കിലും അത് മറ്റ് എമിറേറ്റുകൾക്ക് ബാധകമായിരുന്നില്ല. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനത്തോടെ ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകളിലേക്കും ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസിനായി രാജ്യവ്യാപകമായ ഒരു മാനദണ്ഡം സ്ഥാപിക്കുന്നതിനാണ് ഈ നീക്കം. നേരത്തെ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന കാര്യം മുൻപ് ഓരോ എമിറേറ്റിന്റെയും വിവേചനാധികാരത്തിന് വിട്ടിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ എല്ലാ ജീവനക്കാർക്കും ഇത് നിർബന്ധമായി തീർന്നു. സ്വകാര്യ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത ജീവനക്കാർക്കും നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത വീട്ടുജോലിക്കാർക്കും ഇത് നടപ്പാക്കണമെന്ന് കഴിഞ്ഞ മാർച്ചിലെ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെ തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും ഇത് പ്രയോജനപ്പെടും. 2014 ജനുവരി 1 മുമ്പുള്ള വിസകൾക്ക് ഇത് ബാധകമല്ല. റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ഉള്ള വ്യവസ്ഥയായി തൊഴിലുടമകൾ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങേണ്ടതുണ്ട്. എന്നിരുന്നാലും 2024 ജനുവരി 1 മുമ്പ് നൽകിയ വർക്ക് പെർമിറ്റുള്ള ജീവനക്കാർക്ക് ഇൻഷുറൻസ് വ്യവസ്ഥ ബാധകമാവില്ല എന്നാണ് വിവരം. അവർ റെസിഡൻസി പെർമിറ്റുകൾ പുതുക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്താൽ മതിയാകും. ജനുവരി 1 മുതൽ തൊഴിലുടമകൾക്ക് ഒന്നുകിൽ പുതിയ ഇൻഷുറൻസ് പാക്കേജ് ദുബായ് കെയർ നെറ്റ്വർക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പൂൾ വെബ്സൈറ്റ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള രാജ്യത്തുടനീളമുള്ള ബിസിനസ് സേവന കേന്ദ്രങ്ങളിൽ വിവിധ ചാനലുകൾ വഴിയോ അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഇൻഷുറൻസ് പോളിസികൾക്ക് അംഗമാകാം. ഇനി പറയുന്നത് പ്രീമിയത്തെക്കുറിച്ചാണ്. പ്രീമിയം വർഷത്തിൽ 320 ദിർഹമാണ്. ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി 2 വർഷമായിരിക്കും. ഇടയ്ക്ക് വിസ റദ്ദാക്കിയാൽ 2ാം വർഷം പ്രീമിയം തുക തിരികെ ലഭിക്കും. അടിസ്ഥാന ഇൻഷുറൻസ് പാക്കേജിന് പ്രതിവർഷം 320 ദിർഹമാണ് ചെലവ് വരിക. 64 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ അനുവദിക്കുക. ഇതിനു മുകളിൽ പ്രായമുള്ളവർ ഒരു മെഡിക്കൽ വെളിപ്പെടുത്തൽ ഫോം പൂരിപ്പിച്ച് സമീപകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ അറ്റാച്ച് ചെയ്യണം. 7 ആശുപത്രികളും 46 ക്ലിനിക്കുകളും മെഡിക്കൽ സെന്ററുകളും 45 ഫാർമസികളും ചേർന്നതാണ് ആരോഗ്യ ഇൻഷുറൻസ് ശൃംഖല. തൊഴിലാളികളുടെ കുടുംബത്തിൽ നിന്നുള്ള ആശ്രിതർക്ക് ഇൻഷുറൻസ് പോളിസിയിൽ വ്യക്തമാക്കിയിട്ടുള്ള അതേ ആനുകൂല്യങ്ങൾ ലഭിക്കും. ചെലവുകളുടെ 30% വരെ രോഗി വഹിക്കണം. കിടത്തി ചികിത്സയ്ക്കുള്ള ട്രീറ്റ്മെന്റിന് 20% മാത്രമേ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർ വഹിക്കേണ്ടതുള്ളൂ. ഇൻഷുർ ചെയ്ത വ്യക്തിയിൽ നിന്ന് മരുന്നുകൾക്ക് ഉൾപ്പെടെ ഒരു സന്ദർശനത്തിന് പരമാവധി 500 ദിർഹത്തിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ല. ഇത് ഒരു വർഷത്തിൽ 1000 ദിർഹത്തിൽ കൂടരുതെന്നും വ്യവസ്ഥയുണ്ട്. ഈ പരിധികൾക്ക് അപ്പുറമുള്ള ചികിത്സാ ചെലവുകൾ ഇൻഷുറൻസ് കമ്പനി വഹിക്കും. അതേസമയം ഔട്ട് പേഷ്യന്റ് പരിചരണത്തിന് അഥവാ മെഡിക്കൽ സന്ദർശനങ്ങൾ, ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ, ആശുപത്രിവാസം, ആവശ്യമില്ലാത്ത ചെറിയ ചികിത്സാ നടപടിക്രമങ്ങൾ എന്നിവ ആവശ്യമുള്ള രോഗികൾ ചെലവിന്റെ 25% വഹിക്കണം. ഇൻഷുർ ചെയ്ത ആളിൽ നിന്ന് ഈ രീതിയിൽ ഒരു സന്ദർശനത്തിന് പരമാവധി 100 ദിർഹം മാത്രമേ ഈടാക്കുകയുള്ളൂ. 7 ദിവസത്തിനുള്ളിലുള്ള തുടർ സന്ദർശനങ്ങൾക്ക് പണം നൽകേണ്ടതില്ല. അതേസമയം മരുന്നുകൾക്കുള്ള ചെലവിന്റെ 30% രോഗി നൽകണം. ഇതിന്റെ വാർഷിക പരിധി 1500 ദിർഹമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.